അങ്ങനെ നമ്മുടെ സിബിൻ ബ്രോ തിരിച്ചെത്തിയിരിക്കുകയാണ്. തിരിച്ചെത്തിയിട്ട് ആദ്യം പറയുന്നത്, ആ ഷോയിൽ നിന്ന് ഞാൻ പുറത്തായത് എൻ്റെ തീരുമാനപ്രകാരമല്ല, ഞാൻ ഷോ ക്വിറ്റ് ചെയ്തിട്ടില്ല എന്നാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ദേഷ്യമാണ് ആ സമയത്ത് സിബിനോട് തോന്നിയത്. അതിൻ്റെ മെയിൻ കാരണം, ഞാൻ സിബിൻ്റെ കടുത്ത ആരാധികയായിരുന്നു. സിബിൻ വരുന്നതിന് മുമ്പ് ബിഗ് ബോസ് ഹൗസിൽ വെറും അടിയും തല്ലും കരച്ചിലും മാത്രമായിരുന്നു. സിബിൻ വന്നതിന് ശേഷമാണ് ആ ബിഗ് ബോസ് ഹൗസിൽ കുറച്ചും കൂടെ കളിയും ചിരിയും ഒക്കെ വന്നത്. സിബിനും ജിൻഡോ ചേട്ടനൊക്കെ ചേർന്നിട്ട് ചില തഗ്ഗുകൾ ഉണ്ടായിരുന്നു, ചിരിച്ച് മണ്ണ് കപ്പുന്ന രീതിയിലുള്ള തഗ്ഗുകൾ. എന്നാൽ ഇവിടെ സിബിൻ പുറത്തു പോയതിനെ ഞാൻ ഒരിക്കലും ബിഗ് ബോസിനെ കുറ്റം പറയില്ല. കാരണം അത്രയ്ക്കുള്ള ഷോ ആണ് സിബിൻ അവിടെ വെച്ചിട്ട് ഇറക്കിയത്. എന്നിട്ടും ഡയറക്റ്റായിട്ട് സിബിനെ പുറത്താക്കാനായിട്ട് ബിഗ് ബോസ് തയ്യാറായിരുന്നില്ല. ബിഗ് ബോസിന്റെ മാക്സിമം സിബിനെ അവിടെ നിർത്താനാണ് ട്രൈ ചെയ്തത്. സിബിന് വേണ്ടി സൈക്കോളജിസ്റ്റിന്റെ സേവനം വരെ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും പിറ്റേ ദിവസം എനിക്ക് ശരിയാകുന്നില്ല, എനിക്ക് പോകണമെന്നാണ് സിബിൻ പറഞ്ഞത്. സിബിന് പുറത്തു പോകണമെന്ന് ഒറ്റക്കാലിൽ നിന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ടും സിബിനെ ബിഗ് ബോസ് പുറത്താക്കിയത് എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഒന്നെങ്കിൽ ജാസ്മിനോട് മോശമാന്യം കാണിച്ചതിനെ തുടർന്ന് സിബിനെ ലാലേട്ടൻ പവർ ടീമിൽ നിന്ന് പുറത്താക്കി നേരിട്ട് നോമിനേഷനിൽ കൊണ്ടിട്ടിരുന്നു. അതിനോടുള്ള പ്രതിഷേധമാണ് സിബിൻ അവിടെ കാണിച്ചു കൂട്ടിയത്. ഇനി സിബിൻ അവിടെ കാണിച്ചു കൂട്ടിയതെല്ലാം യാഥാർത്ഥ്യമുള്ള സംഭവമാണ് എങ്കിൽ സിബിൻ ഒരിക്കലും ഇത്തരം ഒരു ഷോയ്ക്ക് മെന്റലി ഫിറ്റല്ല. കാരണം സിബിൻ തിരിച്ചു വരുന്ന ദിവസം ശ്രീരേഖയോട് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, എൻ്റെ ചെവിയിൽ ആരൊക്കെയോ സംസാരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു എന്ന്. അത് ഒരാൾ മെന്റലി ഫിറ്റ് അല്ല എന്നതിൻ്റെ ഏറ്റവും വലിയൊരു സിംറ്റംസിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയ സിബിൻ എന്നെ പുറത്താക്കിയതാണ്, ഞാൻ ക്വിറ്റ് ചെയ്തതല്ല എന്ന് പറയുന്നതിലൂടെ ജനങ്ങളെ ബിഗ് ബോസിനെതിരെ തിരിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.